പെട്ടെന്ന് പ്രേതം കാലിൽ വന്ന് പിടിച്ചു. അത് നമ്മൾ ഇന്റർവെൽ ആയപ്പോ പ്രേതം വന്നിട്ട് കാലിൽ പിടിച്ചില്ലേ, ഇവളുടെ കാലിൽ കയറി ആരോ പിടിച്ചു, പ്രേതം പിടിച്ചു. പബ്ലിക്കായിട്ട് പടത്തിന്റെ പേരെന്താ? ഡൈസറേ. ഓക്കെ ഓക്കെ അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Hello guys, welcome back to our YouTube channel. Yes, hello guys. So ഇന്ന് നമ്മൾ ഒരു മൂവിക്ക് പോവാണ്. മൂവി man. അതെ, ഇന്ന് നമ്മളൊരു മൂവിക്ക് പോവാണ്. ഏതാ മൂവി? ഡൈസറേ. എനിക്കത് കറക്റ്റ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. ഡൈസറേ എന്നാണ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത്. മേ ബി അത് തെറ്റാണെങ്കിൽ ക്ഷമിക്കൂ, അതെന്താന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും മതി. ഓക്കെ, അപ്പൊ ആ പടത്തിന് ആ പടത്തിനാണ് ഗൈസ് ഞങ്ങൾ പോകുന്നത്. നമ്മൾ ബുക്ക് ചെയ്തത് വനിതയിലാണ് ബുക്ക് ചെയ്തത്. ഞാൻ ഒരു ദിവസം രാവിലെ 2 ദിവസം മുമ്പ് എണീക്കുമ്പോ ഈ മൂവിയുടെ റിവ്യൂ ഭയങ്കര ഹൈപ്പിൽ എല്ലാവരും പറയുന്നുണ്ട്. ഇതുപോലൊരു പടം ഹൊറർ ഫിലിം കണ്ടിട്ടില്ല, എന്തോ പുറത്തുള്ള എന്താ വെച്ചാൽ പുറത്ത് ഉള്ള എന്താ മേക്കിങ് അതുപോലെ പുറത്തുള്ള വൈബിലൊക്കെയാ മേക്ക് ചെയ്തേക്കുന്ന, നല്ല സൂപ്പറാണ്, ഇതാന്ന് പറഞ്ഞ് ഭയങ്കര പൊളിപ്പിക്കായിരുന്നു. ഓക്കെ, അത് ആ റിവ്യൂ കണ്ടപ്പോഴേ എനിക്ക് ഞാൻ അതാ നിന്നെ വിളിച്ചു ചോദിച്ചത് പടത്തിൽ പോയാലോ എന്ന്. ഭയങ്കര റിവ്യൂ രാവിലെ 8 മണിക്ക് എന്നെ വിളിച്ചു ചോദിച്ചേക്കുന്നത് നമുക്ക് പടത്തിന് പോയാലോ. 8 ഒരു 9. ഓക്കെ, ആ സമയത്ത് ഞാൻ അപ്പൊ തന്നെ ബുക്ക് ചെയ്തു പടത്തിന്. ഈ സാറ്റർഡേ നമുക്ക് വീക്കെൻഡ് പോയാലോ എന്ന് പറഞ്ഞിട്ട് സാറ്റർഡേ തന്നെ ബുക്ക് ചെയ്തു. അപ്പൊ നമ്മൾ ഇറങ്ങി ഗൈസ്. ആ പടത്തിനാണ് പോകുന്നത്. ഭയങ്കര ഹൈപ്പുള്ള റിവ്യൂ ആണ്. പോയിട്ട് നമുക്ക് കാണാം, കണ്ടിട്ട് നോക്കാം എങ്ങനെ എന്താന്നൊക്കെ. അപ്പോൾ ഇതിന്റെ റിവ്യൂ പോലെ നമ്മളൊന്നും പറയുന്നില്ല, ജസ്റ്റ് നമ്മളൊരു മൂവി ഔട്ട്. ഓക്കെ, പിന്നെ അതല്ലാണ്ട് വേറെ നമുക്ക് പതിയെ നമുക്ക് കാണാം. ഓക്കെ, അതല്ലേ കുറച്ച് പ്ലാൻസ് ഉണ്ട് നമുക്ക്. ഇന്ന് നമ്മള് രാവിലെ എണീക്കാൻ തന്നെ കുറച്ച് ലേറ്റ് ആയി പോയി. സത്യത്തില് വേറെ രാവിലെ എണീറ്റിട്ട് നമ്മള് കുറച്ച് പുറത്തു പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് ഓർത്തു. അങ്ങനെ പുറത്തു പോയി കഴിച്ചു വരുമ്പോഴേക്കും ഇറങ്ങി വന്നപ്പോ നമ്മള് സമയമായി. നമ്മൾ 3 മണിക്കാണ് ബുക്ക് ചെയ്തത്. ഓൾമോസ്റ്റ് 2:30 ആയി. നമ്മളിപ്പോ കാക്കനാടാണ്. ഒരു അരമണിക്കൂറിൽ എന്തായാലും അവിടെ എത്തണം. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. മാക്സിമം വനിതയിലാണ് ഓക്കെ, അവര് കറക്റ്റ് ടൈമിന് മൂവി തുടങ്ങും. അപ്പൊ നമ്മൾ അതിനു മുമ്പ് എത്തണം. വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ കുറച്ചും കൂടെ ലാഗ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എത്തണം, എങ്ങനെയും എത്തിയിട്ട് നോക്കാം. അതെ, നമ്മള് നോർമലി ഇവിടെ മൂവിക്ക് പോകുമ്പോ തണുപ്പ് ഒരു വിഷയമാണ്. ഞാൻ നോർമലായിട്ടുള്ള ഒരു ടീഷർട്ടാണ് ഇട്ടേക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് പോയി നോക്കാം. നല്ല തണുപ്പ് കിട്ടട്ടെ, ചെറിയ ചൂടല്ലേ പുറത്തൊക്കെ, ഒരു തണുപ്പ് വരട്ടെ. അപ്പൊ അതാണ് ഗൈസ്, നമ്മള് അങ്ങോട്ടേക്ക് പോവല്ലേ? ഓക്കെ, നമ്മളെത്തും. ഓക്കെ, പോവാ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ വഴി കൂടെ പോകുന്നത് അല്ലേ? നീ ആദ്യമായിട്ടാണോ? അതെ, നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു മാപ്പ് ഇട്ടിട്ട് നമ്മൾ ഈ റൂട്ടിൽ കൂടെ പോകുന്നത്. എന്താ വെച്ചാൽ നമ്മൾ സീപോർട്ട് എയർപോർട്ട് റോഡിൽ നല്ല ബ്ലോക്കാണ്. ഇത് നമ്മുടെ ആ ജംഗ്ഷനിൽ ഇവിടെ എത്തിയില്ലേ? ഓക്കെ, ഇത് എന്താന്ന് വെച്ചാൽ ഇത് സീപോർട്ട് എയർപോർട്ട് റോഡ് നല്ല ബ്ലോക്ക്. നമ്മൾ കുറച്ചു നേരം ഒന്നും നടന്നില്ല. എന്തായാലും അവിടെ നിന്ന് എത്തൂലെന്ന് മനസ്സിലായി. അപ്പൊ പെട്ടെന്ന് മാപ്പ് എടുത്ത് നോക്കി ഫാസ്റ്റ് റൂട്ട് കിട്ടുമെന്ന്. എന്നിട്ട് ഒരു മാപ്പ് റൂട്ട് കാണിച്ചു. അപ്പൊ തന്നെ ഞാൻ അവിടെ നിന്ന് വട്ടം ഇട്ടു ഗൈസ്. കുറച്ച് വളഞ്ഞു വരണായിരുന്നു, പക്ഷെ സ്റ്റിൽ അതിൽ ബ്ലോക്ക് ഇല്ലായിരുന്നു. മറ്റേത് നല്ല ബ്ലോക്ക് ആയിരുന്നു, കുറച്ച് അധികം ദൂരം. അതുകൊണ്ട് നമ്മള് ഇതുവരെ പോവാത്തൊരു പ്രത്യേക വഴി നമ്മള് എത്തി. ഓൾമോസ്റ്റ് നമ്മള് എടപ്പള്ളിയുടെ ഒരു സൈഡ് എത്തി. ഇനി എടപ്പള്ളിയിൽ നല്ല ബ്ലോക്ക് ഉണ്ട്, മാപ്പിൽ കാണിക്കുന്നുണ്ട്. നല്ല റെഡ് കത്തിക്കിടക്കാൻ ഗൈസ്. അതെ, അപ്പൊ നമ്മള് അതുകൊണ്ട് കുറച്ച് ഒരു 2:40 നമ്മൾ എത്തി. ഇനി ഒരു 10 മിനിറ്റില് ആ ബ്ലോക്കിൽ പെടാണ്ട് പെട്ടു. ഇവിടെന്ന് വെച്ചാ ഇതെവിടെ ഉണിച്ചിറ സൈഡാണെന്ന് തോന്നുന്നു. ഉണിച്ചിറ സൈഡിൽ നിന്ന് കാണിച്ചിരാ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നിങ്ങൾ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ബ്ലോക്കാണ്. ഇനി നമ്മളിത് താണ്ടി അവിടെ എത്തുമോ അറിയില്ല. ഓൾറെഡി നമ്മൾ എടപ്പള്ളിക്ക് വരുമ്പോ അല്ലേ ആ സിഗ്നലിന്റെ അവിടെ എന്തായാലും നമുക്ക് കുറച്ചു നേരം മിസ് ചെയ്യും അല്ലേ? കുറച്ചു നേരം തിരക്കുണ്ടാവും. അപ്പൊ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വേണം വരാം. പക്ഷെ ഇന്നത്തെ നമ്മളെ പ്ലാൻ കുറച്ച് ഡിലേ ആയിപ്പോയി. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. 2-ന് ഇറങ്ങണം എന്ന് വിചാരിച്ചാണ് റെഡി ആവാനൊക്കെ നോക്കിയത്. പക്ഷെ അത് പിന്നെ ഡിലേ ആയി. വലിയ ബസ്സൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. സോ നമുക്ക് എത്തുമോ നോക്കാം. ഒരു 15 മിനിറ്റ്സ് കൂടെ ഉണ്ട്. ഇവിടെ കറക്റ്റ് ടൈമിന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് പ്രശ്നം അല്ലേ? ഓക്കെ, എന്തായാലും നമുക്ക് പോയിട്ട് നോക്കാം, നമുക്ക് എത്താൻ പറ്റുമോ നോക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് ഗൈസ്. വണ്ടി പതിയെ നീങ്ങുന്നു. നമ്മൾ ഇതുവരെ ആ എടപ്പള്ളിയിലെ സിഗ്നൽ പോലും എത്തിയിട്ടില്ല.
ഇനി ഒരു 10 മിനിറ്റും കൂടെ സമയമുള്ളൂ, 15 മിനിറ്റും കൂടെ സമയമുള്ളൂ, നമുക്ക് എത്തുമോ? 14 മിനിറ്റേ ഉള്ളൂ. അതിലൊരു 2 മിനിറ്റ് മുമ്പേ അവിടെ സ്റ്റാർട്ട് ചെയ്യും. 1 മിനിറ്റ് കറക്റ്റ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കയറ്റി വെക്കുന്നു. എന്ത് ഇത്, എല്ലാ വണ്ടി ഇപ്പോഴാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അയ്യോ അമ്മേ, ഞാൻ ഇത്ര ബ്ലോക്ക് ആവുമെന്ന് ഓർത്തിട്ടില്ല. അത് നീ ഓർത്തായിരുന്നോ? ഞാൻ മാപ്പ് കുറച്ചു മുമ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു, അത്ര ബ്ലോക്ക് കാണിച്ചില്ല. സോ ഇത് ഇത്രയും വലിയ ബ്ലോക്ക് ആവുമെന്ന് ഞാൻ ഓർത്തില്ല. സീപോർട്ട് എയർപോർട്ട് റോഡൊക്കെ അത്രയും ബ്ലോക്ക്, റെഡ് കത്തി കിടക്കുന്നത്. ഹോ, എന്നാലും നമ്മുടെ സമയം തന്നെ നല്ല സമയം. ഒരു വീക്കെൻഡ് ആണ്, പക്ഷെ ഓൾമോസ്റ്റ് അത് സാറ്റർഡേ ആണ്. സൺഡേ ഒക്കെ ആയിരിക്കും മാക്സിമം ആൾക്കാർ ഇറങ്ങുകയെന്ന് ഓർത്തു. പക്ഷെ ഇത് ഇന്ന് ഒരു സാറ്റർഡേ തന്നെ നല്ല ബ്ലോക്കായി. നമ്മള് കറക്റ്റ് 3 മണിയായോ? 3 മണിയായി. 3:01 നമ്മള് തിയേറ്ററിൽ കയറുന്നു. ഇപ്പൊ അവിടെ തുടങ്ങിയിട്ടുണ്ടാവും. 1 മിനിറ്റ് ചേട്ടാ ഒന്ന് പെട്ടെന്ന് വിട് ഞങ്ങളെ. ഓ ഷിറ്റ്, ബാക്കിലാണ് എനിക്ക് പാർക്കിംഗ് കിട്ടിയത്. ഫ്രണ്ടിലായിരുന്നു കുറച്ചുകൂടെ നല്ലത്. ഐ ഡോണ്ട് ലൈക്ക് ഈ ബാക്കിലെ പാർക്കിംഗ്. നമുക്ക് ഓടി ചെന്ന് കേറിയിട്ട് ആ സീറ്റ് ഒന്ന് കണ്ടുപിടിച്ച് ഇരിക്കാം. നമുക്ക് ഓടി പോവാം. എവിടെ ഓടുന്നു? നമ്മൾ ഓടേണ്ട അവസ്ഥ സ്ക്രീൻ കാണുന്നു. ഇതോ ചീസാ? എത്രയാ? ചെറുതാണോ വലുതാണോ? ഇത് വാങ്ങാല്ലേ? ഒരു ചീസ് ഇത് ഇത് അയച്ചോ 120 അയച്ചാലേ തരുള്ളൂ. എന്തിനാ ചിരിക്കുന്ന ഇങ്ങനെ? എന്താ ഇത്ര ചിരിക്കാൻ? അത് നമ്മൾ ഇന്റർവ്യൂ ആയപ്പോ പ്രേതം വന്നിട്ട് കാലിൽ പിടിച്ചല്ലേ? എന്താ പറ്റിയത് നിനക്ക്? ഇവിടെ വാ. എന്താ പറ്റിയത് നിനക്ക്? എന്താ പറ്റിയത്? മൂവി കഴിഞ്ഞിട്ട് പറയാം ഗൈസ്. ഇവളുടെ കാലിൽ കയറി ആരോ പിടിച്ചു, പ്രേതം പിടിച്ചു. പബ്ലിക്കായിട്ട് പെട്ടി എന്ന് പേടിച്ച് ഒച്ചയൊക്കെ വെച്ച് ഇവിടെ സീനാക്കി. ആ ഒരു ഷോപ്പിൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഓക്കെ, ഇതെന്താ പോപ്കോണാ? ഓക്കെ, പോപ്കോൺ വാങ്ങി, വെള്ളം വാങ്ങി, പോരെ? ഗായ്സ്, ഞങ്ങൾ മൂവി കണ്ട് കഴിഞ്ഞു, ഇറങ്ങി അല്ലേ? എനിക്ക് പേടിയൊന്നും ആയില്ല ഗൈസ്. നമ്മള് മൂവിയുടെ റിവ്യൂ അല്ല, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു വെച്ചാൽ പറ. എന്തായിരുന്നു വെച്ചാൽ എനിക്ക് നല്ല പേടിയായി. ഇവക്ക് ചെറുതായിട്ട് പേടിയായി. എന്നാലും എനിക്ക് അത്ര ഒരു തോന്നലില്ല. ഓക്കെ ആയിരുന്നു. എനിക്ക് ഇവര് പറഞ്ഞ ഒരു ഹൈപ്പില്ലേ, ആ റിവ്യൂ ഞാൻ കണ്ട ഒരു റിവ്യൂവിന്റെ അത്ര ഹൈപ്പിൽ പോയി നോക്കുമ്പോ അത്രയ്ക്കൊന്നും ഇല്ല. എന്നാലും ഓക്കെ ആണ്. എനിക്കത് അത്ര എനിക്ക് അങ്ങനെ തോന്നിയത്. എനിക്ക് ഹൊറർ ഫീൽ ഇടയ്ക്കൊക്കെ വന്നു. വെറുതെ സൗണ്ട് കൊണ്ട് പേടിപ്പിക്കുന്നതല്ലേ, അല്ലാതെ കൊണ്ട് പേടിപ്പിക്കല. അല്ലാതെ എനിക്ക് പേടി അത്ര വന്നില്ല. പക്ഷെ എനിക്ക് ചിലതൊക്കെ ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. ഞാൻ അവിടെ നിന്ന് ചിരിക്കായിരുന്നു ഗൈസ്. ബാക്കി എല്ലാരും ഭയങ്കര സീരിയസ് എടുക്കാൻ. എനിക്ക് നല്ല ചിരി വന്നു. എനിക്കാണെങ്കിൽ നല്ല കോമഡി ആക്കാൻ തോന്നുന്നുണ്ട്. കൊറേ സീൻസിൽ ഞാൻ നല്ല കോമഡി ഒക്കെ ആയിരുന്നേ. അപ്പൊ ഞാൻ ചിരിക്കുന്നുണ്ട്, ആൾക്കാരല്ലേ എന്നെ നോക്കുന്നത്. ഇവനെന്താ ഹൊറർ മൂവിക്ക് വന്നിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത്? അല്ല, എനിക്കങ്ങനെ തോന്നിയത്. നിങ്ങൾ പോയി കണ്ടു നോക്ക്. എനിക്ക് കുറെ ഇതിൽ ചിരിയാണ് വന്നത്. മേ ബി എൻ്റെ ഒരു ഇത് വെച്ചിട്ട്, ക്യാരക്ടർ വെച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഇതിനേക്കാളും നല്ല ഹൊറർ മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇത് അതിന്റെ അത്ര ഒന്നിനും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓൾമോസ്റ്റ് ഒരു ലെവലായിരിക്കും. അത് എനിക്ക് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പെട്ടെന്നൊന്നും അറിയില്ല. ഹൊറർ മൂവീസ് ഒക്കെ കണ്ടത് ഞാൻ കുറെ ആയി കണ്ടിട്ട്. പിന്നെ ഞാൻ എന്തോ പറയാൻ വന്നല്ലോ.
ഓൾമോസ്റ്റ് ഒരു 2 hours ഉള്ളൂ മൂവി. സോ എനിക്കൊന്ന് പെട്ടെന്ന് തീർന്ന പോലെ ഒരു തോന്നല്. എന്താന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് ഹാഫ് വന്നപ്പോ സെക്കൻഡ് ഹാഫിൽ എനിക്കൊന്നും പ്രത്യേകിച്ച് അതിലൊന്നും സംഭവിക്കാതെ പെട്ടെന്നൊരു ക്ലൈമാക്സിൽ വന്നു, പെട്ടെന്ന് അത് എൻഡായി. പിന്നെ എന്തോ അവര് ചെയ്ത പോലെ ഒരു ഫീൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എനിക്കത് അത്ര ഒരു ക്ലൈമാക്സ് ഒരു സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. നിനക്ക് എന്താ തോന്നിയത്? അല്ല, എനിക്ക് ഒരു വിയേർഡ് ലുക്കാണ്. എനിക്കത് കാണുന്ന എനിക്ക് കുറച്ച് വിയേർഡ് ആയിട്ടുള്ള സീനാണ്. എനിക്കത് ആ രീതിക്ക് പേടി മാത്രമല്ല, എനിക്കൊരു വിയേർഡ് ഫീലും കൂടെ ഉണ്ട് കേട്ടോ. പേടി മാത്രമല്ല, എനിക്കൊന്ന് പെട്ടെന്ന് തീർന്ന പോലെ തോന്നുന്നു. ഒരു മൂവി കണ്ടു വന്ന ഒരു ഫീൽ എനിക്ക് ഇതുവരെ കിട്ടിയില്ല. കുറച്ചുകൂടെ വെക്കായിരുന്നു, ഒരു സ്റ്റോറിയുടെ അതിലുണ്ടല്ലോ. അതെ, ഒരു മൂവി ഒരു എൻഡ് ടു എൻഡ് കണ്ട പോലെ ഒരു ഫീൽ ഇല്ല, പെട്ടെന്ന് തീർന്നു. ജസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. ഒരു ലാസ്റ്റ് വന്നിട്ട് ഒരു പാർട്ട് 2 പോലെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഓക്കെയാണ് ഗൈസ്. മോർ കുറെ എക്സ്പെക്ട് ചെയ്തിട്ടൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു നോർമൽ എക്സ്പെക്ടേഷനിൽ പോവാ. ചിലപ്പോ ഞാൻ കുറെ കണ്ട് റിവ്യൂസ് ഒക്കെ കണ്ട് എക്സ്പെക്ടേഷൻ കുറച്ച് കൂടിയിട്ടായിരിക്കും എനിക്ക് ഇങ്ങനെ തോന്നിയത്. പിന്നെ എനിക്ക് കുറച്ചൊക്കെ കോമഡി ആയിരുന്നു ഗൈസ്. കോമഡി ആയതുകൊണ്ട് നോർമൽ പീപ്പിളിന് ഓക്കെയാണ്, നല്ല പേടിയാവും. അതെ, അങ്ങനത്തെ മൂവിയാണ്. അതെ, നോർമൽ പീപ്പിളിന് നല്ല പേടിയാവും കേട്ടോ. അപ്പൊ ഞങ്ങൾ കുറച്ച് അബ്നോർമൽ ആണ്. ഞാൻ കുറച്ച് അബ്നോർമൽ ആണ് ഗൈസ്. അതിന്റെ ഇൻ ബിറ്റ്വീൻ എനിക്കൊരു ഹൊറർ സീൻ ഉണ്ടായി. അതെ, ഇവളുടെ കാലിലൊന്നും ഒരുത്തൻ തല വന്ന് എന്റെ കാലിടിക്കുന്നു പെട്ടെന്ന്. ഇതെവിടെന്ന് വന്ന് ഞാനാണെ പോപ്കോൺ കയ്യിൽ വെച്ചിട്ട് അതിന്റെ അകത്ത് ഒരെണ്ണം എങ്ങനെ അതില് മസാല ഉള്ള ഒരെണ്ണം നോക്കി എടുക്കാൻ വേണ്ടി അങ്ങനെ നിക്കുമ്പോ പെട്ടെന്ന് ഒരുത്തൻ കാലിൽ വന്ന് ഒരുത്തന്റെ തല ഇടിച്ചിട്ട് ഇങ്ങനെ ഞാൻ പെട്ടെന്ന് ഇവള് അവിടെ നിന്ന് ഒച്ച ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു എന്താ സംഭവം. ഞാൻ നോക്കുമ്പോ ഇവള് അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരാൾ സ്റ്റെയർ കാണാണ്ട്, അതായത് ഫോണിൽ നോക്കി സ്റ്റെയർ ഇറങ്ങി. സ്റ്റെയർ വന്നതാൾ അറിഞ്ഞില്ല. അപ്പൊ ആൾ അങ്ങനെ സ്റ്റെയർ കാണാണ്ട് വീണിട്ട് തെറിച്ച് എന്റെ കാലിൽ തലയിടിച്ച്. ആൾക്ക് വേദനയാണ്, പക്ഷെ എനിക്ക് പെട്ടെന്ന് ഞാൻ ഇവള് അവിടെ ഇരുന്നിട്ട് എന്തല്ലേ ഒരാള് കഷ്ടപ്പെട്ട് തെന്നടിച്ച് വീഴുമ്പോ ചിരിക്കുക ചെയ്യുന്നത്. ചോദിച്ചു എന്തേലും പറ്റിയോ, പക്ഷെ ഞാൻ അതിന് ഉത്തരവാദില്ല. ഞാൻ സൈഡിൽ നിന്ന് എന്റെ പോപ്കോൺ കഴിച്ചോണ്ടിരിക്ക. പുള്ളി അപ്പുറം വീണിട്ട് എന്റെ അടുത്തേക്ക് തെറിച്ച് തെന്നി വരുമായിരുന്നു, അടിച്ചു വന്നു. നല്ല വേദനയായിരുന്നു കാലില്. ആൾക്ക് നല്ലോണം തല വെച്ചാ എന്റെ കാലിലിടിച്ചു. അപ്പൊ ആളെ തല ചിലപ്പോ നല്ല വേദന. വനിതയില് പോകുന്നവരെല്ലാരും നോക്കി കണ്ട് സ്റ്റെയർ ഒക്കെ നോക്കി കണ്ട് ഇറങ്ങാ. എനിക്കും പറ്റിയിരുന്നു ആദ്യം, ഞാൻ രക്ഷപ്പെട്ടു. ഇവനൊന്ന് തടഞ്ഞു പോയായിരുന്നു, പക്ഷെ ഇവനെ ഞാൻ പിടിച്ചു. അതെ, എന്നെ ഇവള് പിടിച്ചു ഗൈസ്. അല്ല, ഇവൻ അത്രക്ക് പോയിട്ടില്ല. പുള്ളി തീരെ കണ്ടില്ലെന്ന് തോന്നുന്നു. അത് സ്റ്റെയറിന്റെയും നോർമൽ ടൈലിന്റെയും കളർ സെയിം ആയതുകൊണ്ട് ആൾക്കാർ അത് മനസ്സിലാവുന്നില്ല. അങ്ങനെ തെന്നടിച്ച് വീണു. ജസ്റ്റ് എല്ലാരും ഒന്ന് ശ്രദ്ധിക്കാം. എനിക്കെന്തോ ഒരു മൂവി ഫുൾഫിൽ ആയ പോലെ എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, സോ എല്ലാരും പോയി കണ്ടു നോക്ക്. അല്ല, എനിക്ക് എന്തോ തോന്നുന്നില്ല ഒരു പെർഫെക്റ്റ് ഒരു എൻഡ് വരുന്നത്. ചിലതൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു. എനിക്ക് അമ്മന്റെ തള്ളയൊക്കെ ഇരുന്ന് കരയുന്ന കണ്ടപ്പോ എനിക്ക് ചിരിയാ ഓക്കെ. അപ്പൊ നമ്മള് മൂവി കണ്ട് ഇറങ്ങി. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ, വി ആർ ഗോയിങ് ടു ലുലു മോളിലേക്ക് നമ്മൾ കേറാൻ പോകുന്നു ഗൈസ്, ആഫ്റ്റർ എ ലോങ്. സോ നമ്മൾ കേറി നോക്കാം. അകത്ത് കേറിയിട്ട് നമുക്ക് കുറച്ച് പർച്ചേസും ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് ചെയ്യാന്നാണ് ഇന്ന് പ്ലാന്. സോ കേറി നോക്കാം. ഹൈപ്പർ മാർക്കറ്റിൽ നല്ല തിരക്കാണെങ്കിൽ ചിലപ്പോ ഇന്ന് നമ്മൾ ചെയ്യില്ല, ചിലപ്പോ നാളെ ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. നല്ല തിരക്കാണെങ്കിൽ ഇവിടെ വരണ്ട, ഫോറം മാളിൽ പോയാ പോരെ. ചായ കുടിച്ചിട്ട് നമുക്ക് ഇറങ്ങിയേക്കെ. എന്നാ നമുക്ക് വാങ്ങേണ്ട സാധനങ്ങൾ വാങ്ങിയിട്ട് പതിയെ പോവാം. ഓക്കെ, നമുക്ക് അന്ന് ഹൈപ്പറിൽ കയറാം. കുഴപ്പമില്ല. സൺ കിസ് ചെയ്താണ് ഗൈസ് ഞങ്ങളെ. സൺ കിസ് ആവശ്യവും ആവശ്യമില്ലാത്ത സാധനങ്ങളും എല്ലാം നമ്മൾ വാങ്ങും. സാലറി വന്നതിന്റെ അതെ. അപ്പൊ സാലറി വരുന്ന 2 ദിവസം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഞങ്ങളെ പ്ലീസ് സഹിക്കണം. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഭയങ്കര ഓഫായിരിക്കും. ഒരു ചായയും ഒരു എല്ലാം സമോസയും വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും. സാധാരണ ലൈഫാണ്. സാലറി വരുന്ന ദിവസം മാത്രം നമ്മൾ ലക്ഷറി ലൈഫാണ്. ലുലുവിൽ പോവാ, ചായ കുടിക്കുക, അവിടെ കിടന്ന് കറങ്ങുക, മെക്ഡി കയറുക, KFC കയറുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ അലകാവറി പോയാലോ ദോശ കഴിക്കാൻ. പിന്നെ നമ്മൾ നോർമൽ ലൈഫിലേക്ക് അങ്ങോട്ട് വരും.
അപ്പൊ അതാണ് ഗൈസ്. അപ്പൊ നമ്മൾ നേരെ ഇനി ലുലുവിൽ കേറാട്ടാ, കേറിയിട്ട് കാണാം ഗൈസ്. ലുലു നമ്മൾ ലുലുവിന്റെ ഫ്രണ്ടിലെത്തി. ഇനി നമ്മൾ ലുലുവിന്റെ അകത്ത് ഒരു നല്ല പാർക്കിംഗ് സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ കയറണം. എനിക്ക് പ്രൈം പാർക്കിംഗ് കിട്ടണം ഗൈസ്. ലുലുവില് പ്രൈം പാർക്കിംഗ് ഒന്നും കിട്ടൂല. ലേഡീസിന് ഒരു പാർക്കിംഗ് ഉണ്ട്, അത് പ്രഗ്നന്റ് ലേഡീസിനാണെന്ന് തോന്നുന്നത്. അതെ, നിനക്കൊന്നും ആ പാർക്കിംഗ് ഒന്നും കിട്ടൂല കേട്ടോ. ഇപ്പൊ കിട്ടൂല. വേണമെങ്കിൽ ഒരു തലേനെ വാങ്ങിട്ട് വയറിൽ കയറ്റിയാലോ. അതെങ്ങനെയുണ്ട്? മറ്റേ വാട്ടർമെലൻ ഒരു ചാലഞ്ച് ഇല്ല, എന്നിട്ട് അവളെ ആലോചിച്ച് വീഴ്ത്തും, എന്നിട്ട് അങ്ങനെ വീഴുമ്പോ വാട്ടർമെലൻ അങ്ങനെ അടിച്ചു തെറിക്കും. നീ കണ്ടിട്ടില്ല? അതൊരു കപ്പിൾ എന്തോ കോമഡിക്ക് ചെയ്യുന്നതാണ്, റീൽസിൽ കണ്ടിട്ടുണ്ട്. സോ ഗൈസ്, ഇത് നവംബർ 1 ഡ്രസ് കോഡാണ് ഈ ചേച്ചിട്ടേക്കുന്നത്. ആണോ? നവംബർ 1 ഡ്രസ് കോഡ്. ഇന്ന് കേരളപ്പിറവില്ലേ? ഐ ഡോണ്ട് തിങ്ക് ഷീ ഈസ് മലയാളി. പക്ഷെ ഇവർക്ക് കൊടുത്തിണ്ടാവും. ഇവരൊക്കെ മുണ്ടും ഷർട്ടും ഒക്കെ, മുണ്ടും ഷർട്ടും. സോ യാ ഗൈസ്, നമുക്ക് ഇവിടെ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യുന്നില്ല, നമ്മൾ നേരെ പാർക്കിങ്ങിന്റെ അകത്തേക്ക് പോകുന്നു. ദാ ഇവിടെ എന്തോ വെച്ചിട്ടുണ്ടല്ലോ. ഓ, കേരളപ്പിറവിയുടെ എന്തൊരു സാധനം വെച്ചിട്ടുണ്ട് അവിടെ, ഒരു ഡെക്കറേഷൻ കൈൻഡ് ഓഫ് തിങ്. മെഗാ ക്ലിയറൻസ് സെയിൽ നടക്കുന്നു ഗൈസ് ഇവിടെ. മെഗാ ക്ലിയറൻസ് സെയിൽ. എന്താ ഇവര് ക്ലിയറൻസ് സെയിൽ കൊടുക്കുന്നത്? എന്താ കൊടുക്കുന്നത്? എനിക്ക് ഈ നോർമലി ക്ലിയറൻസ് സെയിൽ ഓഫറിലൊന്നും വാങ്ങാനൊന്നും താല്പര്യമില്ല. എന്തുകൊണ്ട്? നീ പറ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഒന്നും വിറ്റ് പോവാത്ത ആർക്കും വേണ്ടാത്ത സാധനങ്ങളല്ലേ ഇവര് ഓഫറിൽ തരാ അല്ലേ? അല്ലാതെ എനിക്കറിഞ്ഞൂടാ ഈ ഓഫറിലൊക്കെ സെയിൽ, ക്ലിയറൻസ് സെയിൽ എന്തിനാ ഇടുന്നത്? ആ സാധനം ഒഴിവാക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഓഫറിൽ വാങ്ങാം, കാർഡ് ഓഫറിലൊക്കെ വാങ്ങാം. പക്ഷെ ഈ ക്ലിയറൻസ് സെയിൽ എന്ന് പറഞ്ഞിരുന്ന അത് ഒഴിവാക്കാൻ വേണ്ടി വെക്കുന്ന സാധനങ്ങൾ നമുക്ക് കൊണ്ടു തരുന്ന അവര്. അതൊക്കെ അത് തന്നെ ആയിരിക്കും. ഈ സെയിലില് ഒന്നും ഇതുവരെ ആർക്കും വേണ്ടാത്ത ഒരു സാധനങ്ങൾ, ആരും വാങ്ങാത്ത സാധനങ്ങൾ ഇവർ ഒഴിവാക്കാൻ വേണ്ടിട്ട് നമ്മുടെ കയ്യിൽ കാശ് കുറച്ച് തന്നിട്ട് നമ്മളത് വാങ്ങുമ്പോ വാങ്ങും, അത് കഴിഞ്ഞിട്ട് പിന്നെ യൂസ് ചെയ്യൂല. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞാനും വാങ്ങിയിട്ടുണ്ട് ഗൈസ് ഇതിനു മുമ്പൊക്കെ. സോ ഇപ്പൊ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. ഇപ്പൊ നമുക്ക് പാർക്കിംഗ്, പ്രൈം പാർക്കിംഗ് ആണ് വേണ്ടത്. പ്രൈം പാർക്കിംഗ് ഞങ്ങൾക്ക് വേണം ഗൈസ്. ഞങ്ങൾ പ്രൈം മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല. ഇവിടെ ഒരു മൂന്നെണ്ണം ഉണ്ടല്ലോ. ഇതിന്റെ അകത്ത് കയറ്റിയാൽ അവിടെ പോയി കയറാൻ പറ്റും. പക്ഷെ അവിടെ ഒന്നേ ഉള്ളൂ. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കയറ്റി നമുക്ക് 3 വണ്ടി കേറിയല്ലോ. 2 വണ്ടിയുള്ളൂ. ഇതാണ് പാർക്കിംഗ്, ഇതാണ് ആ പാർക്കിംഗ്, അതാണ് എൻട്രി. ഇതാ അവിടെ നടക്കുക, കയറുക. സോ ഇതിലും ഫ്രണ്ടിൽ വേണമെങ്കിൽ അവിടെയൊക്കെ കിട്ടണം. അതിന് നമ്മൾ ഈ BMW ഒക്കെ വാങ്ങേണ്ടി വരും ഗൈസ്. സോ തൽക്കാലം നമ്മളിൽ അത്ര കാശൊന്നും ഇല്ലാത്ത കൊണ്ട് നമുക്ക് ഇടാൻ പറ്റുക, നമ്മൾ തപ്പി വരണം. ഭാഗത്തേക്ക് കയറാം. ഇതൊക്കെ റിസർവ്ഡ് ആണെന്ന് തോന്നുന്നു. ഇതുപോലെ ഒരു വലിയ വണ്ടിയൊക്കെ വാങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങൾ ഓക്കെ, ഫോൺ എൻ്റെ കയ്യിലാണ്. ഞാൻ ഫോൺ എടുത്തില്ലെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു. വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. ഇതെന്താ പുതിയൊരു ഷോപ്പാണല്ലോ, റാവിഡോ കസോ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ മറ്റേ ഫോണിൻ്റെ ബാക്ക് കേസ്. എനിക്കൊരു ബാക്ക് കേസ് വാങ്ങണം. ജസ്റ്റ് നോക്കാലോ. അതെ, നോക്കാം. ബാക്ക് കേസ് ഇവിടെ കുറേ ബാക്ക് കേസ് ഉണ്ട്. പക്ഷെ എല്ലാം നോർമൽ. ഇതൊരു കാണാൻ നല്ല രസമുണ്ടല്ലേ വൈറ്റിൽ. 15 Pro, എൻ്റെ 15 Pro ഈ ഒരു സെക്ഷനാണ് എൻ്റെ. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഇതോ ഇഷ്ടപ്പെട്ടില്ല. ഇതൊരു വെറൈറ്റി ആയിട്ട് വെച്ചിട്ടുണ്ട്, ഒരു ഷോയ്ക്ക് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ എപ്പോഴും ഇവരുടെ അടുത്ത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് മാത്രമേ ഉള്ളൂ. ശരി, പറഞ്ഞു. നമ്മൾ കവറൊന്നും വാങ്ങുന്നില്ല ഗൈസ്. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് കയറാം. വിശക്കുന്നില്ലേ? ചായ കുടിക്കല്ലേ? നമ്മൾ ചായ കുടിക്കാൻ പോകുന്നു. അത്ര ഹംഗ്രി അല്ല, എന്നാലും ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് നമ്മളെ ഷോപ്പിംഗ് തുടങ്ങാം. അത്ര വിശപ്പില്ല.
കഴിക്കാണ്ടിരിക്കുന്നല്ല അതിന്റെ അർത്ഥം. ലുലുവിന്റെ ഫുഡ് കോർട്ടുകൾ ഞങ്ങൾ കറങ്ങി തിരിയുന്നു ഗൈസ്. ആള് കൊടുക്കുമോ നമുക്ക് നോക്കാവേ. കൊടുക്കോ? ട്വിസ്റ്റിംഗ് സ്കൂപ്സ് ആണ് അതിൻ്റെ പേര്. കൊടുക്കോ? അതല്ല വേണ്ടെന്നാ പറയുന്നത്. ഓ ഇയാൾ ഉടായിപ്പാട്ടാ. മറ്റേതിൻ്റെ അത്ര ഒരു സ്പീഡില്ല. അയ്യോ അയ്യോ മറ്റേതിൻ്റെ അത്ര ഒരു സ്പീഡില്ല. അവിടെ ഭയങ്കര സ്പീഡായിരുന്നല്ലേ മറ്റേ പുറത്തുള്ള. ആ പാവം മതി. കൊടുക്കേ പിള്ളേരെ കൊടുക്കടാ. ഒന്നും ചെയ്യണ്ട, കേറി നക്കി വെച്ചേക്കാം. ആ നമ്മൾ ലിഫ്റ്റ് കയറി പോകുന്നു ഗൈസ് താഴേക്ക്. ഗൈസ് ഞങ്ങളൊരു കോഫി കുടിക്കാന്ന് പറഞ്ഞു. വേഗം ഓർഡർ ചെയ്യോ, എനിക്ക് വിശക്കുന്നു. എന്തൊക്കെയോ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ടേ. ആ എന്താ അതെ ഓർഡർ ചെയ്തത്? 1 ബർഗർ ആൻഡ് ക്യാപ്പച്ചിനോ. കുറച്ച് ദിവസമായിട്ട് ബർഗറും ക്യാപ്പച്ചിനും അടിച്ച് കയറ്റുന്നുണ്ട്. എങ്ങോട്ടായി പോക്ക്? എന്നിട്ട് പോവാ, എന്നിട്ട് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുക. ഞങ്ങൾ ബർഗർ അടിച്ച് കയറ്റുക, എന്നിട്ട് ജിമ്മിൽ പോവുക, വർക്കൗട്ട് ചെയ്യുക. അതെല്ലാം കാലറി കയറ്റുക, കാലറി കുറയ്ക്കുക. ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാൻ ഗൈസ്. ആ ഈ ബർഗറും ഈ ക്യാപ്പച്ചിനോ കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ വീണ് പോകുന്നത് എന്തല്ലേ? ആ എനിക്കിപ്പോ ചായ കുടിക്കുന്നേക്കാളും ക്യാപ്പച്ചിനോ കുടിക്കാൻ ഭയങ്കര ഇഷ്ടം വരുന്നത്. അതെന്താണെന്നറിയോ, നമ്മൾ ഈ ഏരിയയിലേക്ക് പോകാൻ പാടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അഡിക്റ്റ് ആവും. അഡിക്റ്റ് നമുക്ക് ഓൾറെഡി ഇഷ്ടമുള്ള സാധനമല്ലേ. ആ അതെ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഓർഡർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കുടിക്ക്. ആ അന്ന് നമുക്ക് കപ്പിലാണ് കിട്ടിയത്. ഇത് പേപ്പർ കപ്പിലാണ് ഗൈസ് നമുക്ക് ഇന്ന് കിട്ടിയത്. എന്നൊരു ഫീലില്ല. നമുക്ക് മറ്റേ കപ്പിൽ തന്നെ വേണമായിരുന്നു. ചോദിച്ചു വാങ്ങിയാലോ? നമ്മുടെ ബർഗർ ഇതുവരെ എത്തിയിട്ടില്ല ഗൈസ്. ആ അതെ, ഇവിടെ നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ തീർന്നിട്ടുണ്ടാവും. നമ്മൾ ബർഗർ എത്തി ഗൈസ്. കഴിക്കാം. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ബർഗർ. അതെവിടെ പോകുന്നു? അതെ, ഇനി നടക്ക പോകുന്നത് യുദ്ധം. ട്രോളി എവിടെ? ട്രോളി ആ ഫ്രണ്ടില. പുറത്താ. എന്താ പുറത്താക്കിയത്? ഒരു ട്രോളിനെ പുറത്താക്കി ഗൈസ് ഇവിടുന്ന്. സാധാരണ ഇവിടെയാണ് വെക്കുക ഫ്രണ്ടിൽ. ഇപ്പോൾ പുറത്താ. ഇവനെ കയറ്റാ ട്രോളി. അത് നീ കയറിയിരിക്കുന്നു അതിൻ്റെ അകത്ത്. വാ. ഇനി നമ്മൾ കുറച്ച് സാധനങ്ങൾ ഷോപ്പ് എന്താ ആ നമ്മളൊരു സ്ഥലത്ത് തള്ളുമ്പോൾ വേറെ സ്ഥലത്തായിരിക്കും പോകുന്നത്. വണ്ടി ഓടിച്ച് പഠിക്കണം. ആണോ? ചെറുതല്ലേ? ആ ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓരോന്നായിട്ട് നമുക്ക് പോവാം ഗൈസ്. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കോമ്പ്. വെറൈറ്റി അല്ല, കാണാൻ നല്ല രസമുണ്ടല്ലേ, കളർഫുള്ളായിട്ട്. ഇതെന്തത്? മറ്റേ നമ്മൾ തവിയൊക്കെ യൂസ് ചെയ്യില്ലേ, പാനിൽ യൂസ് ചെയ്യുന്ന തവി പോലെയുണ്ട്. ഇതും പാൻ്റെ തവി പോലെയുണ്ട്. ഇത് നല്ലല്ലേ? ഇത് നോക്ക്, അത് കാണാൻ. പക്ഷെ ഇതാണ് കുറച്ചും കൂടെ ക്വാളിറ്റി. ആ അത് പിങ്ക് നല്ല കേട്ടോ. അത് പിങ്ക് അല്ലേ, പേർപ്പിളാണോ? ഓക്കെ, എൻ്റെ കണ്ണിന് എന്തോ പ്രശ്നമുണ്ട്. ഇത് നല്ല വൈറ്റ് എടുത്തോ. വൈറ്റ് ഈസ് ഓൾവേസ് ക്ലാസ്. അതിൻ്റെ വേറെ ഉണ്ട്. അത് കുറേ കളേഴ്സ് ഉണ്ട് ഇതിൽ. ഇത് വലുതാ. നീ എടുത്തതിൻ്റെ വേറെ കളറാണ്. ആ ഇത് മതിയാവും. നമുക്ക് ചെറുത് തന്നെ എടുക്കാം. ഏതെടുത്ത? ഇതല്ലേ നമ്മുടെ ട്രോളി. എന്ത് കളർ ഇതുപോലെ വേറെ വേണോ കളറ്? വേറെ കളർഫുള്ളായിട്ട് ഇങ്ങനത്തെ വേണോ? മറ്റേ തടിയുടെ അല്ലേ ഇത്? പ്ലാസ്റ്റിക് അല്ലേ നല്ലത്? ഇത് വെറൈറ്റി ആണല്ലോ.
ഇതാ കുറച്ച് ക്ലാസ് ലുക്കുള്ളത്. മറ്റത് ഇത് വേറെ ഒരു മോഡലാ. ആണോ? ഇത് ആവശ്യമില്ലാത്താണോ? നല്ല രസമുണ്ടല്ലോ, എടുത്തൂടെ? ഓക്കെ, നമ്മൾ ട്രോളി അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മളിനി അങ്ങോട്ടേക്ക് പോകണമല്ലോ. ഗൈസ്, നമ്മൾ മീറ്റിൻ്റെ സെക്ഷനിലാണ്. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്, ഇഷ്ടംപോലെ മട്ടനുണ്ട്. മട്ടൻ ബിരിയാണി കട്സ്, വെറൈറ്റി ഓഫ്. ഇതെന്താ കാല്? ഈ മട്ടൻ്റെ കാലല്ലേ? മട്ടൺ 4 quarter. ഓ, ഇത്ര വലിയ കാലായിരുന്നല്ലേ? ആ, ഈ ലെഗൊക്കെ ആരെങ്കിലും കഴിക്കുമോ? ഈ ലെഗ് വാങ്ങിയിട്ട് ഫിഷിൻ്റെ സെക്ഷനിലാണ്. അപ്പം ഫിഷ് വേണോ നമുക്ക്? നമ്മൾ വാങ്ങിയതല്ലേ, ഇതല്ലേ വാങ്ങുക? റോഹു ആണ് സാധാരണ നമ്മൾ വാങ്ങുന്നത്. ആ, റോഹു ഫിഷ്. റോഹു സോറി, ഞങ്ങൾ വാങ്ങി കഴിക്കാറുണ്ട്. ഞങ്ങളോടൊന്നും തോന്നല്ലേ. റോഹു ഉണ്ട്, കട്ട്ല ഉണ്ട്, റിവർ ഫിഷ്. ആ, അതിൻ്റെ അകത്തുനിന്ന് ഡയറക്റ്റ് എടുത്ത് തരുകയും ചെയ്യും ഇവർ. ആഹാ, അവർ ചുമ്മാ ഷോയ്ക്ക് വെച്ചേക്കുന്നത്. അത് അക്വരുമാണ്, അതിൽ നിന്ന് പിടിച്ചൊന്നും തരൂല. ഇത് കടലൊന്നുമല്ല. ഉണ്ടാവും. ഇത് ലുലു സീ ഫുഡ് ഫെസ്റ്റാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് സീ ഫുഡ് ഫെസ്റ്റ്. ഇവിടെ എന്തോ കുറേ ഓഫേഴ്സ് ഉണ്ട് ഗൈസ്, സീ ഫുഡിൻ്റെ ഓഫർ. നമുക്ക് സീ ഫുഡ് എന്തെങ്കിലും വാങ്ങണ്ടോ? വെരി ഡേഞ്ചറസ് ആണ് സീ ഫുഡ്. ഇവർക്ക് ഇഷ്ടമില്ല. ഇവർ കുറേ ഓഫർ പോകുന്നുണ്ട്. എന്താ ഈ ഫിഷിനൊക്കെ? നട്ടർ ഫിഷ് ഉണ്ട്, ഭാഷയാണോ? ഇങ്ങനെ കുറേ ഫിഷിന് എല്ലാം ഓഫറുണ്ട്. നമ്മൾ എന്തായാലും ഫിഷ് വാങ്ങുന്നില്ലല്ലോ. ഒന്ന് വാങ്ങുന്നുണ്ടോ? നമ്മൾ നിനക്കുണ്ടല്ലേ? ഞാനും വാങ്ങുന്നില്ല, ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഫിഷ് വേണ്ട, ജസ്റ്റ് ഇത് കാണിക്കാമെന്ന് ഓർത്തു. എനിക്ക് ഇവിടെ കുറേ മട്ടൻ ബിരിയാണി കട്ട്സ് ലെഗൊക്കെ കണ്ടോ? ഈ പാവ ആടുകളൊക്കെ. മട്ടൻ ചോപ്സ്, മട്ടൻ ട്രൈപ്പ്, എനിക്കറിയില്ല. മട്ടൻ ഷോൾഡർ റോസ്റ്റ് നോക്ക്. മട്ടൻ്റെ ഷോൾഡർ റോസ്റ്റ്. മട്ടൻ്റെ ഷോൾഡറാണ് കഴിച്ചത്. എന്തല്ലേ, റൗണ്ട് ഷോൾഡറാ? പാവം മട്ടൻ ആണോ? മട്ടൻ്റെ ഷോൾഡർ ജിമ്മിലൊക്കെ പോയിട്ട് നല്ല റൗണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ചിക്കൻ സെക്ഷനാണ്, ചിക്കൻ്റെ സെക്ഷൻ. ചിക്കൻ ബോൺലെസ് ഉണ്ട്, ചിക്കൻ ബ്രസ്റ്റ് പീസ്, ബ്രോയിലർ, ഡക്ക്, ലെഗ് പീസ്, ബോൺലെസ്, തൈസ്. ചിക്കൻ്റെ തൈസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതാണ് ചിക്കൻ്റെ തൈസ്. ഇത് ബീഫാണ് ഗൈസ്. സോ നമ്മളെന്തായാലും മീറ്റ് വാങ്ങുന്ന പ്ലാൻ ഇല്ല അല്ലേ? നമുക്ക് വേറെ സാധനങ്ങൾ വാങ്ങാം. ഇത്രയും സാധനം വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷൻ നമ്മൾ റൈസും പൊടി ഐറ്റംസും വാങ്ങാനാണ് പോകുന്നത് അല്ലേ ഗൈസ്? നമ്മൾ ലക്കി ബാമ്പു വാങ്ങാൻ പോവാം. നമുക്ക് ലക്കി കുറച്ച് കുറവാണ് അതുകൊണ്ട് അല്ലേ? നമുക്ക് ലക്ക് കുറച്ച് കുറവല്ലേ? അതുകൊണ്ട് ഒരു ലക്കി ബാമ്പു വാങ്ങിയാലോ എന്ന് ആലോചിക്കുന്നത്. ഇതെന്തത്? ഇത് കുഴപ്പമില്ല, പക്ഷേ ഇതിൻ്റെ മുകളിലൊക്കെ ഇത് പോയിട്ടുണ്ട്. നല്ലത് നോക്കിയെടുക്ക്. ഇതാ ഫ്രഷ്. ഏതാ ഫ്രഷ് പീസ്? ഇതാണോ ഫ്രഷായിട്ട് നോക്കിയെടുക്ക്. നമ്മളെ സാധനങ്ങളെല്ലാം എടുത്ത് ഇനി എല്ലാം ഇരുന്ന് ബില്ല് ചെയ്യണം. ബില്ല് ചെയ്തിട്ട് വേണം നമുക്ക് അവിടെ പോയിട്ട് ബില്ലടയ്ക്കാൻ. എന്തത്? ഇഷ്ടംപോലെ പിറക്കെടുത്തിട്ട് വന്നിട്ടുണ്ടല്ലോ. വയ്യാന്നാ? എന്താ അതി? അതെ, ഇവൾക്ക് ഭയങ്കര ഇവിടെ ടെംപ്റ്റ് ചെയ്യുന്നു. പുളിയിഞ്ചി വാങ്ങിയിട്ട് ഡേറ്റ്സിന്റെ പിന്നെ ഉപ്പിലിട്ടോ മാംഗോ എല്ലാം വാങ്ങിയിട്ടുണ്ട്. മിക്സ് ചെയ്ത് പോവാം. ഇനിയൊന്നുമില്ലല്ലോ വാങ്ങാൻ? പോവാം. നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു, ഇവിടുന്ന് ഇറങ്ങുന്നു ഗൈസ്. പോവല്ലേ? ഇനി പോയി ബില്ല് ചെയ്യണം. ബില്ല് ചെയ്തിട്ട് നേരെ ഇറങ്ങാം. വയ്യ, എനിക്ക് കാലൊക്കെ വേദന എടുക്കാൻ തുടങ്ങി. അതെ, ഇത്രയും സാധനം വാങ്ങിയിട്ടില്ലേ?
എത്ര ആയിട്ടുണ്ടാവും? ഗസ് ചെയ്. 4,000 ഓക്കെ. ഞാൻ പറയട്ടെ, എൻ്റെ ഗസ് ഒരു 3,600. ഓക്കെ, നോക്കാം. എന്തത് നല്ല ലെങ്തി ആയിട്ടൊരു ബില്ല് വരുന്നുണ്ട് ഗൈസ്. വാങ്ങിച്ചോ. ഇരിക്കാൻ പറ്റുന്നില്ല. പോവല്ലേ? അതെ, മടുത്ത. അയ്യോ, ഓ എന്താല്ലേ ഭയങ്കര കഷ്ടപ്പാടാണ്. നമ്മളെ സാധനങ്ങളല്ലേ ഇതിൻ്റെ അകത്ത് കയറ്റി നേരെ പോവാ. ചൂടെടുക്കുന്ന പോവല്ലേ? ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഗൈസ്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നു, കാറിൽ കയറുന്നു, പോവാ. നമ്മളൊരു ഗസ്സിംഗ് ഗെയിം വെച്ചിട്ടുണ്ട്. ഗെയിം അല്ല, ഒരു ഗസ്സിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് എത്രയായി എന്നുള്ളത്. സോ ഞങ്ങൾ രണ്ടുപേരുടെയും ഗസ് തെറ്റിപ്പോയി ഗൈസ്. ഞാൻ ഗസ് ചെയ്തതും തെറ്റിപ്പോയി, ഇവള് ഗസ് ചെയ്തതും തെറ്റിപ്പോയി. ഇവൻ 3.5K ആണ് ഗസ് ചെയ്തത്, ഞാൻ 4.5. പക്ഷെ ഞങ്ങളുടെ ഗസ് എല്ലാം തെറ്റിച്ച് ലുലുക്കാര് ഞങ്ങക്ക് വേണ്ടി ഒരു എമൗണ്ട് ഇട്ട് തന്നു. അത് എന്താ, എത്രയാ? 5.2K ഗൈസ്. സോ ഞങ്ങളെ ഗസ് എല്ലാം തെറ്റിപ്പോയി. അപ്പോ ആരും വിജയിച്ചില്ല ഈ ഗസ്സില്. ഓക്കെ, കുറച്ചുകൂടി പോയാ? ഏകദേശം എന്റെ ഗസ്സാണ് അടുത്ത് വരുന്നത്. അപ്പൊ ഇവളാണ് ജയിച്ചത് അല്ലേ? ഞാൻ ജയിച്ചിട്ടൊന്നുമില്ല ഗൈസ്, നല്ല ഡിഫറൻസ് ഉണ്ട്. നല്ല ഡിഫറൻസ് ഉണ്ട്. എന്നാലും നീ ആ ഒരു ലെവലിൽ എത്തിച്ചത്. നമുക്ക് വയ്യാണ്ടായി ഗൈസ് അല്ലേ? ഓൾമോസ്റ്റ് ഒരു 2 to 3 hours അല്ലേ? 3 hours ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു. അല്ല, ലുലുവിലൊക്കെ ആയിരുന്നു. ഒരു 2 hours ഒക്കെ ഹൈപ്പർ മാർക്കറ്റിൽ. അത് ലാസ്റ്റ് നമുക്ക് സമയം ഇങ്ങനെ പോകുന്ന കണ്ടിട്ട് ഓടിപ്പടച്ചല്ലേ, ഓടിപ്പടച്ച് നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കുമായിരുന്നു ഗൈസ്. സോ തീർക്കണ്ടേ. അതെ, നമ്മളൊരു എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ബൾക്ക് ആയിട്ടുള്ള ഒരു പർച്ചേസ് ഒരു ഷോപ്പ് ചെയ്യുന്നത്. അല്ലാതെ മന്ത്ലി ഒക്കെ നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് അത്രയും ഹെവി ആയിട്ട് നമ്മൾ ചെയ്യാറില്ല. അപ്പൊ നമ്മള് ജസ്റ്റ് ഒരു മന്ത്ലി ഇപ്പൊ ഷോപ്പിംഗ് പോലെ ചെയ്യാന്ന് ഓർത്ത് ഇറങ്ങിയതാണ്. ഇത് ഇത്ര വലിയ പണി ആയിരിക്കും എനിക്ക് അറിയില്ല ഗൈസ്. അത് എനിക്ക് തോന്നുന്നു നമുക്ക് ശീലമല്ല, അത് ശീലമായിട്ട് വരണം. നോർമലി ഒരു ഫാമിലിയിലൊക്കെ ഇഷ്ടം അവര് മന്ത്ലി ഷോപ്പിംഗ് ഒക്കെ പോകുമ്പോ ഓക്കെ, അവര് വന്ന് ലുലുല് ഹൈപ്പർ മാർക്കറ്റിൽ വാങ്ങുന്നത് നമ്മൾ കാണുന്നേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഷോപ്പ് ചെയ്യുന്നത്. സോ ഇതൊരു ഡിഫിക്കൽട്ടായ ഉള്ള കാര്യമാണ് ഗൈസ്. സോ ഇത് നമ്മളിത് ശീലമായി വരണം, നീ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പൊ ഇത്ര സമയം എടുത്തപ്പോ നമുക്ക് കുറച്ച് പേഷ്യൻസ് സാധാരണ നമുക്ക് കുറവാണ്. കുറച്ചുകൂടെ നമ്മള് പ്രതീക്ഷിച്ച ടൈം അല്ല എടുക്കുന്നത്. അതിന്റെ അകത്ത് തന്നെ നമുക്ക് കൊറേ സാധനങ്ങൾ നമ്മൾ കണ്ട് കൊറേ സമയം എടുക്കുന്നുണ്ട്. ഇങ്ങനെ കണ്ട് പോകുമ്പോ ഓരോ സാധനം നമ്മൾ ലിസ്റ്റിൽ ഇല്ലാത്ത സാധനങ്ങൾ വരെ നമ്മള് നോക്കി ഓരോന്ന് എടുത്തു പോകുന്നുണ്ട്. ഓക്കെ, ഇത് എന്താന്ന് വെച്ചാൽ ആ സമയത്തായിരിക്കും നമുക്ക് ഓക്കെ ഇത് വാങ്ങാന്ന് പറഞ്ഞ മൈൻഡിലായിരിക്കും. സോ അങ്ങനെ കുറെ സമയം എടുത്തു. പിന്നെ ലാസ്റ്റ് നമ്മൾ ഓടിപ്പടച്ച് നമ്മളെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തപ്പി കണ്ടുപിടിച്ചെടുത്തു. പിന്നെ ഒന്നാമതേ ലുലു ഹൈപ്പറിൽ നല്ല തിരക്കാണ് ഗൈസ്. സോ വീക്കെൻഡ് ഒക്കെ ആയതുകൊണ്ട്, മന്ത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എല്ലാവരും മന്ത്ലി ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. സോ നല്ല തിരക്കായിരുന്നു. നമ്മൾ മാക്സിമം പെട്ടെന്ന് തീർക്കാൻ വേണ്ടി നോക്കിയിട്ട് എല്ലാം എടുത്തു ഗൈസ്. അപ്പൊ അങ്ങനെ വയ്യാണ്ടായി. ഇനി നമുക്ക് പറ്റിയ ഒരു അബദ്ധം പറയാം, ഒരു അഡ്വൈസ് തരാം. നിങ്ങൾ ലുലുവിൽ ഇതുപോലെ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടി ഹൈപ്പറിൽ പോകുന്നുണ്ടെങ്കിൽ ഒരു മോർണിംഗ് ടൈമിലൊക്കെ പോകാൻ നോക്കുക. അല്ലെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് വൈകിട്ടാവാണ്ട് ഒരു 5-ന്റെ ഒക്കെ മുമ്പ് ഒരു 4-നൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ പോവുക. അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും. നമ്മൾ ഓരോന്നും ബില്ല് ചെയ്യാൻ വേണ്ടി തന്നെ കുറെ വെജിറ്റബിൾസ് ഒക്കെ ബില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിട്ട് അത് ബില്ല് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ കുറെ സമയം എടുത്തു. അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്ത് പോവാ. അതെ, ഈവനിങ് ടൈം പോകുന്നവര് കുറച്ച് റഷ് ആയിരിക്കും. അപ്പൊ നോക്കിയിട്ട് പ്ലാൻ ചെയ്ത് പോവാൻ നോക്കുക ഗൈസ്. നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെ വേണം നിങ്ങൾക്ക് പോവാം. ഞങ്ങള് പ്ലാൻ ചെയ്തത് ഇനി മോർണിംഗ് ഒക്കെ പോകണമെന്നാണ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ ഡേ നമ്മള് വൈൻഡപ്പ് ചെയ്യല്ലേ? അത്രേ ഉള്ളൂ. ഇനി നമ്മള് പോയി ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കും. അതെ, ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നാളെയും റെസ്റ്റ് എടുക്കാന്നാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, സോ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇല്ല ഇനി വീക്കെൻഡ്. സോ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം അല്ലേ? അപ്പോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു ഗൈസ്. സോ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സോ അപ്പോ വി ആർ ഗോയിങ്. ബൈ. പോലെ
ബൈ ഗൈസ്. ബൈ ഗൈസ്.